കേരള പോലീസിന്റെ വൺ ഓഫ് ദ മോസ്റ്റ് വാണ്ടഡ് കാൾപ്രിറ്റ് സുകുമാരക്കുറുപ്പ്. അത്ര പെട്ടെന്നൊന്നും ആ പേര് മലയാളികൾ മറക്കില്ല. 1984 ചാക്കോ എന്ന ഫിലിം വിതരണ കമ്പനി ജീവനക്കാരനെ ഭീമമായ ഇൻഷുറൻസ് തുക ആൾമാറാട്ടം നടത്താനായി കൊലപ്പെടുത്തിയ കേസ് ഇപ്പോഴും ചുരുളറിയാതെ കിടക്കുകയാണ്. അന്ന് മാവേലിക്കര പോലീസ് സ്റ്റേഷനിലാണ് കേസ് രജിസ്റ്റർ ചെയ്തത്, അന്വേഷണം ആരംഭിച്ചതും. ഇതിനിടെ പലയിടങ്ങളിലായി കുറുപ്പിനെ കണ്ടതായി അവകാശപ്പെട്ട നിരവധി ആളുകൾ രംഗത്തെത്തിയെങ്കിലും അതൊന്നും വിശ്വസിക്കാനായിരുന്നില്ല. ഇതിനിടെ പൊടിപ്പും തൊങ്ങലും ചേർത്ത് നിരവധി കഥകളും സുകുമാരക്കുറുപ്പിന്റെതെന്ന രീതിയിൽ പ്രചരിച്ചു. ഇതിനിടെ സുകുമാരക്കുറുപ്പിന്റെ കഥ പ്രമേയമാക്കി 2 ചിത്രങ്ങളും തിരശ്ശീലയിലെത്തി. TG രവി നായകനായി എത്തിയ NH47 ദുൽഖർ സൽമാൻ നായകനായി എത്തിയ കുറുപ്പും. എന്നാൽ ദുൽഖർ സൽമാന്റെ കുറുപ്പ് എത്തിയതോടെയാണ് സുകുമാരക്കുറുപ്പിന്റെ തിരോധനം വീണ്ടും വാർത്താ പ്രാധാന്യം നേടിയത്. ഈ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ബിവറേജസ് ഷോപ്പ് പത്തനംതിട്ട മാനേജറായ റംസീർ ഇസ്മയിൽ നിർണായകമായ വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഗുജറാത്തിൽ 14 വർഷങ്ങൾക്ക് മുൻപ് അധ്യാപകനായി താൻ പ്രവർത്തിച്ചിരുന്ന സമയത്ത് ഗുജറാത്ത് രാജസ്ഥാൻ അതിർത്തിയെ സദാപുരിയിൽ വെച്ച് പരിചയപ്പെട്ട സന്യാസിവരന് പിടികിട്ടാപ്പുള്ളി സുകുമാരക്കുറുപ്പിന്റെ ചായ ഉണ്ടെന്നായിരുന്നു റംസീന്റെ വെളിപ്പെടുത്തൽ. അവിടെ ഒരു ആശ്രമത്തിൽ അന്തേവാസിയായിരുന്ന ശങ്കരഗിരി എന്ന സ്വാമിയെ ഒരിക്കൽ പരിചയപ്പെടാൻ അവസരമുണ്ടായി. പിന്നീട് ഇദ്ദേഹം സുഹൃത്തായി മാറിയെന്നും എന്നാൽ സ്വാമിയുടെ പൂർവാശ്രമത്തെ കുറിച്ച് വിവരങ്ങൾ ഒന്നും തന്നെ അറിയില്ലെന്നുമായിരുന്നു റംസീൻ വെളിപ്പെടുത്തിയത്. ശങ്കരഗിരി എന്ന പേരാണ് ഇദ്ദേഹം ഉപയോഗിച്ചിരുന്നതെന്നും റംസീൻ പറയുന്നു. എന്നാൽ പത്രങ്ങളിലും ചാനലുകളിലും സുകുമാരക്കുറുപ്പ് വീണ്ടും ഇടം പിടിച്ചതോടെ താൻ കണ്ടതും പരിചയപ്പെട്ടതുമായ സന്യാസി വീരൻ കുറുപ്പാണെന്ന സംശയം ഉടലെടുത്തു. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി പോലീസിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നെങ്കിലും പോലീസിന്റെ ഭാഗത്തു നിന്ന് കാര്യമായ നടപടികൾ ഉണ്ടായില്ല. കഷായ വേഷം, നരച്ച താടി, രുദ്രാക്ഷമാല, അടുത്തിടെ ട്രാവൽ ബ്ലോഗിൽ കണ്ട ഒരു വേഷപ്രച്ഛന്നനായ വ്യക്തിയെ സുകുമാരക്കുറുപ്പാണെന്ന് റംസീൻ ഉറപ്പിച്ചു. ആ വിശ്വാസം ഊട്ടിയുറപ്പിക്കാനായി ദൃശ്യങ്ങൾ ഡൗൺലോഡ് ചെയ്ത് സേവ് ചെയ്ത് സൂക്ഷിച്ചു. 1984 ജനുവരിയിൽ ഒരു പ്രഭാതത്തിൽ കേരളത്തിലെ ആലപ്പുഴ ജില്ലയിലെ കുന്നത്തുള്ള കൊല്ലക്കടവ് പാലത്തിന് മുകളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരാൾ അടുത്തിടെ ഒരു കൃഷിയിടത്തിൽ കത്തിക്കരിഞ്ഞ കാറിൽ ഒരു കത്തിയ മൃതദേഹം കണ്ടെത്തി. അയാൾ സമീപത്തുള്ള വീട്ടിലേക്ക് പോയി അവിടെ താമസിക്കുന്ന സുരേഷ് കുമാറിനെ വിളിച്ചുണർത്തി. അയാൾ മറ്റൊരു അയൽക്കാരനെ രാധാകൃഷ്ണനെ ആചാര്യയെ വിളിച്ചു. ഇരുവരും കത്തി നശിച്ച കാറിന്റെ സ്ഥലത്തേക്ക് പോയി. ഒരു വാതിൽ തുറന്നിരുന്നു. ഡ്രൈവർ സീറ്റിൽ ഒരു പുരുഷന്റെ മൃതദേഹം കണ്ടെത്തി. അയാൾ തിരിച്ചറിയാൻ പോലും കഴിയാത്ത വിധം കത്തിക്കരിഞ്ഞിരിക്കുകയായിരുന്നു. ഒരു ജോഡി കയറുകളും ഒരു ഒഴിഞ്ഞ പെട്രോൾ ക്യാമ്പ് മാത്രമായിരുന്നു സ്ഥലത്ത് നിന്ന് കണ്ടെത്തിയത്. കുറുപ്പിനെ തിരിച്ചറിയാൻ കാറല്ലാതെ മറ്റൊന്നും കണ്ടെത്തിയില്ല. ഉമാദത്തൻ പോസ്റ്റ്മോർട്ടം നടത്തിയെങ്കിലും മൃതദേഹം തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. അത് വളരെ കത്തി നശിച്ചിരുന്നു. തിരിച്ചറിയൽ രേഖകൾ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു വസ്തുവും മോതിരങ്ങളും വാച്ചുകളും അല്ലെങ്കിൽ സ്ലിപ്പറുകളും പോലും ഉണ്ടായിരുന്നില്ല. ശരീരത്തിന്റെ കത്തിയിട്ടില്ലാത്ത ഭാഗങ്ങൾ പരിശോധിച്ചപ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ ശരീരം കത്തിക്കരിഞ്ഞതിന്റെ ഒരു ലക്ഷണവും കാണാൻ കഴിഞ്ഞില്ല. മൃതദേഹം കത്തിച്ചതിന് മുമ്പാണ് ആ മനുഷ്യനെ കൊലപ്പെടുത്തിയതെന്ന് വ്യക്തമായി. തവിട്ട് നിറത്തിലുള്ള ദ്രാവകത്തിന്റെ അംശവും വയറിലെ വിഷവസ്തുവിന്റെ പ്രതിപ്രവർത്തനങ്ങളും പരിശോധിച്ചപ്പോൾ വിഷം കഴിച്ചായിരിക്കുമെന്ന് കണ്ടെത്തി. ആ മനുഷ്യന് 30-നും 35-നും ഇടയിലും വയസ്സും ഉണ്ടായിരിക്കുമെന്ന് വെളിപ്പെടുത്തി. കുറുപ്പിന്റെ അളിയൻ ഭാസ്കരപ്പിള്ളയെ വിളിച്ചു വരുത്തി പോലീസ് സ്റ്റേഷനിൽ അടുത്തിടെ സൂചന അവർക്കായി കാത്തിരുന്നത്. അബുദാബിയിലുള്ള കുറുപ്പിനെ ശത്രുക്കളാണ് കൊലപാതകത്തിന് പിന്നിലെന്ന് സംശയിക്കുന്നതായി അയാൾ പോലീസിനോട് പറഞ്ഞു. കൂടുതൽ പരിശോധനയിൽ പിള്ളയുടെ മുഖം, കൈമുട്ട്, കാല്, മുടി എന്നിവയുടെ ചില ഭാഗങ്ങൾ പോലും പൊള്ളലേറ്റതിന്റെ ലക്ഷണങ്ങളും കണ്ടെത്തി. ഒരു പ്രതിസന്ധിയിൽ അകപ്പെട്ട പിള്ള പണം വാങ്ങി വിദേശത്ത് ജോലി നേടി കൊടുക്കാതെ വഞ്ചിച്ചതിന് കുറുപ്പിനെ കൊലപ്പെടുത്തിയതായി പെട്ടെന്ന് കുറ്റം സമ്മതിച്ചു. കുറ്റകൃത്യം നടന്ന സ്ഥലത്ത് പിള്ളയുടെ സാന്നിധ്യത്തിന്റെ തെളിവുകൾ ഫോറൻസിക് വിദഗ്ധർ കണ്ടെത്തി. അദ്ദേഹത്തിന്റെ മുടിയും കയറുകളിലെ കണ്ടെത്തിയ മുടിയും ഒരേ വ്യക്തിയുടേത്. 1984 ജനുവരി 6-ന് കുറുപ്പ് അബുദാബിയിൽ നിന്ന് അവധിക്ക് വന്നപ്പോൾ ചാവക്കാട് സ്വദേശിയായ ഷാഹു എന്നൊരാൾ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. കുറുപ്പ് കൊണ്ടുവന്ന ഒരു ഭ്രാന്തൻ പദ്ധതിയെക്കുറിച്ച് പിള്ളയും പൊന്നപ്പനും കുറുപ്പും ഷാഹുവും ചർച്ച ചെയ്യാൻ തുടങ്ങി. അബുദാബിയിലെ 50 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പോളിസി എടുത്തിരുന്ന അദ്ദേഹം പണം അവകാശപ്പെടാൻ വേണ്ടി ഒരു അപകടത്തിൽ മരിച്ചതായി നടിക്കാൻ ആഗ്രഹിച്ചു. അത് മറ്റു 3 പേരുമായി പങ്കിടാമെന്ന് അദ്ദേഹം വാഗ്ദാനം ചെയ്തു. എല്ലാവരും കളിയാക്കി. ജർമ്മനിയിൽ നടന്ന സമാനമായ ഒരു ഇൻഷുറൻസ് തട്ടിപ്പിൽ നിന്നാണ് ഈ ആശയം ഉടലെടുത്തത്. ആദ്യം കുറുപ്പിന് സമാനമായ ഒരു മൃതദേഹം കിട്ടുക എന്നതായിരുന്നു അവരുടെ പദ്ധതി. ഒരു ബന്ധുവിന്റെ സഹായത്തോടെ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നിന്ന് ഒരെണ്ണം കിട്ടാൻ അവർ ശ്രമിച്ചു. പിന്നീട് ഒരു സെമിത്തേരിൽ നിന്ന് ഒന്ന് കുഴിച്ചെടുക്കാൻ ശ്രമിച്ചു. പക്ഷെ ഒന്നും നടന്നില്ല. അങ്ങനെ കുറുപ്പിന്റെ വിവരണവുമായി പൊരുത്തപ്പെടാൻ ഒരു യാദൃശ്ചിക മനുഷ്യനെ കണ്ടെത്തി. അയാളെ കൊന്ന് അയാളുടെ മൃതദേഹം കുറുപ്പിന്റേതായി മാറ്റാൻ അവർ തീരുമാനിച്ചു. അത്തരമൊരു നീചമായ പദ്ധതി തയ്യാറാക്കിയ ഉടൻ എല്ലാ പുരുഷന്മാരും എങ്ങനെയോ അതിൽ പങ്കാളിയായി. ജനുവരി 21-ന് രാത്രി ഒരു ഇരയെ കണ്ടെത്തുന്നവരെ അവർ ആലപ്പുഴയിലെയും ഹരിപ്പാടിലെയും റോഡുകളിലൂടെ ധാരാളം വാഹനം ഓടിച്ചു. കുറുപ്പിനോട് സമാനമായ വലിപ്പവും പ്രായവുമുള്ള ഒരു പാവം മനുഷ്യൻ കരുവാരിൽ ഹരി തിയേറ്റേഴ്സിന്റെ പുറത്ത് നിൽക്കുകയായിരുന്നു. ഈ അപരിചിതരോട് വീട്ടിലേക്ക് ഒരു വണ്ടി ചോദിക്കേണ്ട ദൗർഭാഗ്യം സംഭവിച്ചു. കുറുപ്പ് ഒരു ലോഡ്ജിൽ അവർക്കായി കാത്തിരിക്കുമ്പോൾ മറ്റു 3 പേരും കാറിലുണ്ടായിരുന്നു. കാറിനുള്ളിൽ കയറിയപ്പോൾ പിള്ള ആ മനുഷ്യനെ നിർബന്ധിച്ച് മദ്യം കുടിപ്പിച്ചു. ആ മനുഷ്യൻ 2 തവണ മദ്യം നിരസിച്ചു. പിള്ളയുടെ സ്വരം ഭയാനകമാവുകയും ഭയന്ന് അയാൾ അത് കുടിക്കുകയും ചെയ്തു. അയാൾ ബോധരഹിതനായി. പിള്ള ഒരു തുവാല കൊണ്ട് കഴുത്തു ഞെരിച്ചു കൊന്നു. പിന്നീടാണ് അരുംകൊല നടന്നത്. ലോഡ്ജിൽ നിന്ന് എത്തിയ കുറുപ്പിനെ ഉടമസ്ഥതയിലേക്കുള്ള വീട്ടിലേക്ക് മൃതദേഹം കൊണ്ടുപോയി. ആ പുരുഷന്റെ വസ്ത്രങ്ങൾ അഴിച്ചുമാറ്റി മുഖവും തലയും തിരിച്ചറിയാൻ കഴിയാത്ത വിധം കത്തിച്ചു.
മോതിരം, വാച്ച് തുടങ്ങിയ വസ്ത്രങ്ങൾ എല്ലാം ഉപകരണങ്ങളും അഴിച്ചുമാറ്റി. ഇപ്പോഴും ഈ അരിങ്കൊലയുമായി ബന്ധപ്പെട്ട പല പ്രചാരങ്ങളും നടക്കുന്നുണ്ട്. സത്യമെന്ത് മിഥ്യയെന്തെന്ന് ഇപ്പോഴും ചോദ്യചിഹ്നമായി നിൽക്കുന്നു.